നമ്മളെ കൊച്ച മീൻ പിടിക്കുന്നത് പോലെ വിശ്വസമുദ്രയുടെ ക്രെയിന് നമ്മളെ വളപട്ടണം പുഴയിൽ നിന്നും ചളിയെടുക്കുന്ന കൊച്ച. ഇതെന്താ ബീഡിപ്പടക്കം ഉണ്ടാക്കുകയാണോ? നമ്മളെ വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വാരത്താണുള്ളത്. കണ്ണൂർ, വാരം, അതേപോലെ വളപട്ടണം ആ ഒരു ഭാഗത്തേക്കൊക്കെ നമ്മൾ ദേശീയപാതയുടെ അപ്ഡേഷൻ വീഡിയോ വേണ്ടി സഞ്ചരിക്കുകയാണ്. വളരെ മനോഹരമായ കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു പ്രദേശം കൂടിയാണ് വാരം. അപ്പോൾ വയലുകൾക്കിടയിലൂടെയാണ് ദേശീയപാത, ആറുവരിപ്പാത കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ അധികം വലിച്ചിട്ടില്ല, നമ്മൾ നേരെ വളപട്ടണം ഭാഗത്തേക്ക് യാത്രയാണ്. അപ്പം നമ്മൾ വാരത്തുനിന്ന് നമ്മൾ വളപട്ടണം ഭാഗത്തേക്ക് യാത്രയാണ്. അപ്പോൾ വളപട്ടണത്തേക്ക് ഏകദേശം നമ്മൾ ദേശീയപാത സ്ട്രെയിറ്റായിട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ 5-6 കിലോമീറ്ററാണ് ഇപ്പോൾ സഞ്ചരിക്കാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലെ പോകുമ്പോൾ വളഞ്ഞ് പിടിച്ചൊക്കെ പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടും. അത് 6 കിലോമീറ്ററുള്ളത് ഒരു 8 കിലോമീറ്റർ വരെ ഒക്കെ കറങ്ങി തിരിഞ്ഞ് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ വളപട്ടണം പുഴ, ആ പുഴയുടെ അടുത്ത് വരെയാണ് നമ്മുടെ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ ലെവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെയൊക്കെ എങ്ങനെ നമ്മൾ വളപട്ടണം ഭാഗത്തേക്ക് ഇവിടുന്ന് അങ്ങോട്ട് എലിവേറ്റഡ് ഹൈവേ ആണ്. എലിവേറ്റഡ് ഹൈവേയുടെ ഇരു സൈഡിലും നമ്മൾ 6 വരിയും വർക്ക് തകൃതിയായിട്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 3 വരി ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള നമ്മുടെ ബീമുകളൊക്കെ നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ പില്ലറുകൾ ഒരു ബോക്സ് ടൈപ്പ് പില്ലറുകളാണ് ഇവിടെ. ഈ ബോക്സ് ടൈപ്പ് പില്ലറുകൾ എന്താ ഒരു തീപ്പെട്ടിയൊക്കെ എടുത്ത് വെച്ചതുപോലെ, സിഗരറ്റ് പെട്ടിയൊക്കെ എടുത്ത് വെച്ചതുപോലെയാണ് നമുക്ക് ഒരുപാട് അതിനടുത്തടുത്തുള്ള ഗേഡറുകൾ കാണുമ്പോൾ തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചതുപ്പ് നില ആയതുകൊണ്ടാണ് ഈ രീതിയിലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള പില്ലറുകൾ വരുന്നത്. അടിയിൽ നല്ല രീതിയിൽ ഫൗണ്ടേഷന് കുറച്ച് വീതി കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ പില്ലറും അതുപോലെ തന്നെ നല്ല രീതിയിൽ വീതി കൂടുതലുള്ള പില്ലറുകളാണ്. അപ്പോൾ ബോക്സ് ടൈപ്പ് അങ്ങനെയാണ്, ഒരു സ്ക്വയറായിട്ടാണ് ഇവിടെ കംപ്ലീറ്റ് പില്ലർ നല്ല വിഡ്ത്തോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ചതുപ്പ് നിലമായതുകൊണ്ട് തന്നെ വിശ്വസമുദ്ര അതിനനുസരിച്ച് വളരെ അതിൻ്റെ ടെക്നിക്കലായിട്ട് കുറച്ചുകൂടി നല്ല കണ്ണിങ് ആയിട്ടാണ് ഇവിടെ വർക്കെടുത്തത്. അപ്പോൾ 3 വരിയുടെ വർക്ക് ഏതാണ്ട് കഴിഞ്ഞു. ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിംഗ് ആണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത്. ഇനി അടുത്ത 3 വരിയുടെ മുകളിൽ ഗാർഡറുകൾ ലോഞ്ച് ചെയ്യാനും അതിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്കുമാണ് നടക്കാനുള്ളത്. ഓൾറെഡി 1 സൈഡ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, അടുത്ത 3 വരിയിലുള്ള ഗാർഡറുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ. വളപട്ടണം, നമ്മളെ വളപട്ടണം പുഴയോട് അടുത്തെത്താറായി. ഇവിടെയൊക്കെ ഗേഡറുകളിങ്ങനെ നിരനിരയായി കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. കംപ്ലീറ്റ് ഗേഡറുകളും ഇതിനിടയിലൂടെ പൈപ്പും കാര്യങ്ങളൊക്കെ, നമ്മൾ ഫ്ലെക്സിബിൾ പൈപ്പായിട്ടുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ അതിനകത്തോടെ കടത്തി വിടുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം ഗേഡറുകളിൽ നമുക്ക് അത് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഉദ്ദേശം അറിയാവുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്കറിയാവോ എന്ന് നമുക്ക് നോക്കാമല്ലോ. അപ്പം ഇതാണ് വളപട്ടണം ഈ ഒരു പുഴയുടെ ഭാഗത്തു നിന്നുള്ള മനോഹരമായ കാഴ്ചകൾ, സന്ധ്യാസമയത്തെ കാഴ്ചകൾ. നമ്മളെ ദേശീയപാതയുടെ ഈ വർക്കുകളൊക്കെ അധികം ആരും കാണാത്ത, മീൻസ് നമ്മൾ സാധാരണ രീതിയിൽ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ദേശീയപാതയുടെ വർക്കുകൾ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലൊക്കെ കൂടുതലായിട്ട് കാണും. എന്നാൽ കണ്ണൂർ ജില്ലയിൽ ഭൂരിഭാഗം വർക്കുകളും ഈ ഉൾനാടൻ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ ഇവിടെ വർക്ക് നടക്കുന്നുണ്ടോ എന്ന് പോലും ഒരുപക്ഷെ സാധാരണക്കാരും മറ്റുള്ള ആളുകൾക്കൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്കൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ അത്തരം ആളുകൾക്കൊക്കെ നമ്മൾ ഇവിടെ നടക്കുന്ന വർക്കുകളൊക്കെ ഈ വീഡിയോ അറിയുന്ന നമ്മൾ ഷെയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് കാണാൻ കൂടി അതൊരു ഹെൽപ്ഫുള്ളാവും. അപ്പോൾ നമ്മൾ വളപട്ടണം പാലത്തിൻ്റെ അടുത്ത് എത്താറായി. ഓഹോ, പൊടി എന്ന് പറഞ്ഞാൽ ശരിയായ പൊടിയാണ്.
വളപട്ടണം പുഴയോട് ചേർന്നുള്ള അതാ ആരേക്കടാ പട്ടി. ഇപ്പോൾ പുഴയുടെ നടുവിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. സത്യം പറഞ്ഞാൽ ഒരു കടലിൻ്റെ നടുവിലൂടെ പാലം എടുക്കുന്നത് പോലെയാണ് വിഷ്ണുസമുദ്ര ഇത്രയും വിശാലമായ പുഴയുടെ നടുവിലൂടെ നമ്മൾ ഈ 6 വരിപ്പാത കടത്തിവിടുന്നത്. എന്നാലും കിടിലം വർക്കാണ് വിശ്വസമുദ്രയുടെ ഭാഗത്ത്. കൊച്ച മീൻ പിടിക്കുന്നത് പോലെ, നമ്മളെ കൊച്ച മീൻ പിടിക്കുന്നത് പോലെ വിശ്വസമുദ്രയുടെ ക്രെയിന് നമ്മളെ വളപട്ടണം പുഴയിൽ നിന്നും ചളിയെടുക്കുന്ന കൊച്ച അല്ലെ കൊക്ക് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അത് മീൻ പിടിക്കുന്നത് പോലെയാണ് കുളത്തിൻ്റെ കരയിൽ നിന്നുകൊണ്ട് നമ്മൾ വിശ്വസമുദ്രയുടെ എക്സ്കവേറ്റർ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, മീനല്ല, ചളി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളപട്ടണം പുഴയാണ്. എന്തൊരു വിശാലതമായ പ്രദേശമാണ് നോക്കൂ. ഇതിലെ ദേശീയപാത കടന്നു പോകുമ്പോൾ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടി ആക്കി മാറ്റാൻ പറ്റും. അതിനുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ട്. വാ, അടിപൊളി പ്ലേസ്. ഇതെന്താ ബീഡിപ്പടക്കം ഉണ്ടാക്കുകയാണോ? നമ്മളെ 6 പാനലുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈപ്പുകൾ ഇങ്ങനെ ഹോളിടാൻ വേണ്ടി വെച്ചിരിക്കുന്ന കാഴ്ച. അയ്യോ അയ്യോ അയ്യോ. അപ്പം നമ്മൾ വീണ്ടും എലിവേറ്റഡ് ഹൈവേ തുടങ്ങുകയാണ്. ഇതൊന്നും അധികം ഹൈറ്റ് ഇല്ലാത്ത കുഞ്ഞ് എലിവേറ്റഡ് ഹൈവേ ആണ്. കുഞ്ഞ് എന്നാലും കുറച്ച് ഹൈറ്റ് ഉണ്ട്. പിന്നെ ഇൻ കേസ് മഴ പെയ്ത് വെള്ളം കയറിയാലും നമ്മൾ എലിവേറ്റഡ് ഹൈവേയുടെ അടിയിലൂടെ വെള്ളം സ്മൂത്തായി ഒഴുകിപ്പോകും. എന്താ കൂറ്റൻ ക്രെയിന്, വമ്പിച്ച ക്രെയിനുകളാണ് മക്കളെ. ഈ ക്രെയിനുകളാണ് നമ്മളിവിടെ ഗൈഡറുകളൊക്കെ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടിട്ട് മതി വരുന്നുണ്ടോന്ന്, അല്ലേ ബോറടിക്കുന്നുണ്ടോന്ന്? ബോറടിക്കുന്നടാ, നമുക്ക് ബോറടിക്കുന്നില്ല. വളരെ രസകരമായ ദേശീയപാതയുടെ വർക്കൊക്കെ നടക്കുമ്പോഴുള്ള ഈ വീഡിയോ, ഇതിലെയൊക്കെ യാത്ര ചെയ്ത വർക്കൊക്കെ കഴിഞ്ഞ് റോഡൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഇതിലെയൊക്കെ പുഴയൊക്കെ പോകുമ്പോൾ ഇപ്പോൾ പണ്ട് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയാൻ ഈ വീഡിയോ ഉപകരിക്കും. ആഹാ, വളപട്ടണം വരെയുള്ള വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇത് എവിടെ വെച്ച് കട്ട് ചെയ്യും, അതാണ് നമ്മളെ പ്രധാന വിഷയം. കണ്ടതിനേക്കാൾ മനോഹരമാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ, പുതിയ കാഴ്ചകൾ. നിങ്ങളെ ക്യാമറയിൽ എത്രത്തോളം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നെന്നറിയില്ല. എന്തായാലും വളരെ മനോഹരം തന്നെ, വളരെ മനോഹരമായ കാഴ്ച. പുഴയുടെ നടുവിലൂടെ 6 വരിപ്പാത പുഴ പോലെ ഒഴുകിപ്പോകുന്ന കാഴ്ച. നിങ്ങൾ റൈറ്റിലോട്ട് നോക്കുമ്പോൾ എത്ര മനോഹരം. ഈ പുഴയുടെ കണ്ടൽ കാടുകൾ നിറഞ്ഞ നമ്മളെ മാഹി ദേശീയപാതയുടെയൊക്കെ അതിനേക്കാൾ ഗംഭീരമായ കാഴ്ചയായിരിക്കും ഒരു പക്ഷേ നമ്മൾ ഈ 6 വരിപ്പാത വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓ മൈ ഗോഡ്. വിശ്വസമുദ്രയുടെ ഇതിഹാസം, വിശ്വസമുദ്ര വർക്ക് നല്ല രീതിയിൽ ഇവിടെയൊക്കെ നമ്മുടെ അപ്രോച്ച് റോഡായിട്ടാണ്, വയഡക്ട് ടു എലിവേറ്റഡ് ഹൈവേ എന്നല്ല, അപ്രോച്ച് റോഡ് പോലെയാണ് ഇവിടെയൊക്കെ വരുന്നത്. ഒരു സൈഡിലും നമ്മളെ ബ്രിക്സ് വാളുകൾ കൊണ്ട് സൈഡ് ഭിത്തി നിർമ്മിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടാണ് പോകുന്നത്. ഇനി ഏതാനും മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ
എലിവേറ്റഡ് ഹൈവേ. എലിവേറ്റഡ് ഹൈവേയുടെ 6 വരിയുടെയും വർക്ക് അന്തിമഘട്ടത്തിലാണ്. 6 വരിയുടെ മുകളിലുള്ള ഗേഡറും എല്ലാ കാര്യങ്ങളും കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ക്രാഷ് ബാരിയറിൻ്റെ സൈഡ് കോൺക്രീറ്റിംഗ് ആണ് ഈ ഭാഗത്ത് നടക്കാനുള്ളത്. ഇവിടെ എത്തിയേക്കുമ്പോൾ നമ്മളെ പില്ലറിൻ്റെ സ്റ്റൈൽ വീണ്ടും മാറി. നമ്മൾ കോഴിക്കോടൻ സ്റ്റൈലായി. നേരത്തെയുള്ള കണ്ണൂർ സ്റ്റൈൽ ബോക്സ് ടൈപ്പ് സ്റ്റൈല് അത് അല്ല വിശ്വസമുദ്രം മാറ്റി പിടിച്ചു. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെയാണ് മാറ്റി പിടിച്ചത്. ആഹാ, എന്ത് മനോഹരമായ കാഴ്ചകൾ. ഇവിടുന്ന് ലാസ്റ്റ് നമ്മൾ ഇതേപോലെ തന്നെ തിരിച്ച് കറങ്ങിപ്പോകേണ്ടി വരുമോ എന്നാണ് നമ്മളെ ആശങ്ക. എലിവേറ്റഡ് ഹൈവേക്ക് നടുവിലൂടെ വീണ്ടും നമ്മൾ യാത്ര ചെയ്യാണ്. ആഹാ, മഴക്കാലമായാൽ പിന്നെ നമുക്കിതിൽ ഒരു തരി കടന്നു പോകാൻ പറ്റില്ല, യാത്ര ചെയ്യാൻ പറ്റില്ല. ടൂറിസ്റ്റുകൾക്ക് മാത്രമേ പിന്നീട് കടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാവും. പിന്നെ നമുക്ക് അപ്ഡേഷൻ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ചളിയുടെ അഭിഷേകമാണ്. മഴക്കാലമായാൽ പിന്നെ നമുക്കിതിൽ ഒരു തരി കടന്നു പോകാൻ പറ്റില്ല, യാത്ര ചെയ്യാൻ പറ്റില്ല. ടൂറിസ്റ്റുകൾക്ക് മാത്രമേ പിന്നീട് കടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാവും. പിന്നെ നമുക്ക് അപ്ഡേഷൻ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ചളിയുടെ അഭിഷേകമാണ്. ഗേഡറുകളുടെ ഫാക്ടറിയാണ് ഇവിടെ. ഗേഡറുകളൊക്കെ ഇവിടെ നിന്നാണ് നമ്മളെ വിശ്വസമുദ്രം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, മിഷനറീസിൻ്റെ മുകളിൽ. കഴിഞ്ഞ തവണ നമ്മളിവിടെ വന്നപ്പോൾ ചളി കൊണ്ട് അഭിഷേകമായിരുന്നു. നമുക്കിതിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ പോകാനുള്ളൊരു സാഹചര്യം വിശ്വസമുദ്രം നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഉണ്ടാക്കിയല്ല, കാലാവസ്ഥയാണ് ഉണ്ടാക്കി. ചളിയൊക്കെ മാറിയപ്പോൾ ഓ മൈ ഗോഡ്, സോറി. കോട്ടക്കുന്ന് കാട്ടാപ്പള്ളി റോഡ് എന്നൊക്കെ പറഞ്ഞാൽ കാട്ടാപ്പള്ളി റോഡിൻ്റെ ആ ഒരു ഓവർ പാസേജാണിത്. അപ്പോൾ ഇവിടെയാണുള്ളത്. ഇപ്പോൾ ഇവിടെ വിശ്വസമുദ്രം തന്നെയാണ് ഇവിടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓവർ പാസേജിൻ്റെ വർക്ക് ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ കോൺക്രീറ്റ് വാളുകളൊക്കെ, സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള കോൺക്രീറ്റ് വാളുകളൊക്കെ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ എക്സ്കവേഷൻ ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി അടുത്തൊരു 3 വരിയുടെ ഭാഗങ്ങളിൽ കൂടി മണ്ണെടുത്ത് നീക്കാനുള്ള വർക്ക് ബാക്കിയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അപ്പോൾ നമ്മൾ വളപട്ടണം ഭാഗത്തേക്ക് പോവാണ്. വളരെ ഇവിടെ നിന്നൊക്കെ കംപ്ലീറ്റ് മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട്. നല്ല ചെങ്കുത്തായ പ്രദേശമാണ്, ഇപ്പോൾ നമ്മൾ വളപട്ടണം പുഴയുടെ പാലമാണിപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പില്ലറിൻ്റെ വർക്കുകളൊക്കെ 1 സൈഡിൽ കഴിഞ്ഞ് 3 വരിയുടെ കഴിഞ്ഞ് ഇനി അടുത്ത 3 വരിയുടെ പില്ലറിൻ്റെ പൈൽ ക്യാപ്പാണ് അടിക്കാനുള്ളത്. പൈൽ ടോപ്പ് 2-3 ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ അടിച്ച് കഴിഞ്ഞു. അപ്പോൾ 1 സൈഡിൽ ഗേഡറും ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു, ഏസിൻ്റെ ക്രെയിനും.
യൂട്യൂബ് അവന്മാർക്കൊരു സന്തോഷം നമ്മുടെ ക്യാമറയിൽ പെടുമ്പോൾ. ഇവിടെയൊക്കെ ഗേഡറുകൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗേഡറിൻ്റെ ബോക്സ് പൊളിക്കാം. ഗേഡർ അൺബോക്സിങ് വീഡിയോ. ഹഞ്ജുനാഥ ക്രെയിൻസ്. വളപട്ടണം പാലത്ത് മനോഹരമായ കാഴ്ചകൾ, അതിമനോഹരമായ കാഴ്ചകൾ. കംപ്ലീറ്റ് ഓപ്പറേഷൻസാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മളെ വള്ളപ്പട്ടണത്തിൻ്റെ ആ ലാസ്റ്റ് വരെ നമുക്ക് പോകാനുള്ള ആക്സസ് ഇല്ല. കാരണം അവിടെ ഓപ്പറേഷൻ നടക്കുന്നതുകൊണ്ട്, ക്രെയിൻ ഒരുപാട് ഓപ്പറേഷൻ നടക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കടത്തി വിടില്ല. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ചാനൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടവരുണ്ട്, ഒരു ജസ്റ്റ് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, കമൻറ്റും എല്ലാം തരുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.